Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കുന്നത് കേട്ടോ. 2-3 ഫ്ലവേഴ്സ് കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ഫ്ലവർ മേക്കിംഗ് കാണിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ലീഫെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ള നോസിലാണ് ഇത്. ലീഫ് നോസിൽ കേട്ടോ, നൂർ 45 ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു നോസിലിൻ്റെ നമ്പറാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ റെഡ് ക്രീം ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 kg കേക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. 7 ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ബ്രഷ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലും ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഫ്ലവർ നെയിലാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ക്രീമിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെറ്റൽസ് പോലെ വരും. ഇപ്പോൾ ഒരു പെറ്റൽസ് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിനെ ഒറ്റ റൗണ്ടാക്കിയിട്ട് പെറ്റൽസ് കൊടുത്തിട്ട് തന്നെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടി വലിയൊരു ഫ്ലവർ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലവറായിട്ടും ചെയ്യാം, വലിയ ഫ്ലവറായിട്ടും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ഇത് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അത്ര എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള ക്രീമൊക്കെ എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ വേറൊരു 2 ഷെയ്ഡായിട്ടാണ് ഈ ഒരു ഫ്ലവറിനെ കൊടുക്കുന്നത്. സെയിം നോസിൽ വെച്ചിട്ട് തന്നെ സെയിം ഫ്ലവർ തന്നെയാണ് കേട്ടോ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 കളറായിട്ടാണ് ഈ ഒരു ക്രീം എടുത്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് പിങ്ക് കളറും അതുപോലെ തന്നെ ഡാർക്ക് റെഡ് കളറും. നേരത്തെ ചെയ്തതിൻ്റെ കുറച്ച് ബാക്കിയുള്ള ക്രീമും കൂടി ചേർത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഗ്യാപ്പിലേക്കായിട്ട് പെറ്റൽസ് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഫ്ലവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലവറും കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത് തലേ ദിവസം യൂസ് ചെയ്തിട്ടുള്ള ക്രീം വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര നീറ്റായിട്ട് കിട്ടിയിട്ടില്ല. അത് നല്ല രീതിയിൽ നമ്മൾ നല്ല തിക്കായിട്ടുള്ള ക്രീമിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓരോ പെറ്റൽസും കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റത്തെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഡിസൈൻ വന്നിട്ടുള്ളതിന് ഞാനിവിടെ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ട് നൈഫ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറും ആണ് കേട്ടോ ആ ഒരു കേക്കിൽ വന്നിട്ടുള്ളത്. മുകൾ ഭാഗത്ത് പ്ലെയിൻ ആണ്. പിന്നെ ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ നോസിലാണ്. അപ്പോൾ ഈ ഒരു നോസിൽ എല്ലാവർക്കും അറിയണതാണ് സൺഫ്ലവർ നോസിൽ കേട്ടോ. നമുക്ക് ഇത് ഈ ഒരു പേര് പറഞ്ഞിട്ട് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കഴിയും. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെയിലും കൂടി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡിസൈനിൽ പറഞ്ഞു നമ്മളിപ്പോൾ ഉപയോഗിച്ച ക്രീം ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഇതുപോലെയുള്ള ഡെക്കറേഷൻസ് ചെയ്യുക. അത് കാരണം ഇത്ര ഒരു എന്താ പറയുക ക്രീമിൽ ഡോട്ട്സ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഡോട്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതുപോലെ ഡോട്ടായിട്ട് വരില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പെറ്റൽസ് പോലെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ചെറിയ ഫ്ലവർ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് പെറ്റൽസ് കൊടുക്കുക. അതല്ല വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ കുറേ പെറ്റൽസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഫ്ലവറായിട്ട് വരും. നമ്മൾ എത്രത്തോളം പെറ്റൽസ് കൊടുക്കണോ അതിനനുസരിച്ചിട്ട് വലിയ സൈസിലായിട്ട് ഫ്ലവർ വരും കേട്ടോ. ഇനി ഇതിൻ്റെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കേക്കിൽ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു ഡെക്കറേഷനും കൂടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാണ് ഈ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സൈസിലാണ് ഫ്ലവറിനെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് കളറ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിലായിട്ടൊരു ചെറുതായിട്ടൊരു ബഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ
അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിനെ കത്രികയിൽ എടുത്തിട്ട് ഈ ഒരു കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വേറൊരു ഫ്ലവറും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഫ്ലവറായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഫ്ലവറിന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. ഇനി അടുത്ത ഫ്ലവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ നോസിൽ സാധാരണ ഫ്ലവർ മേക്ക് ചെയ്യണ നോസിലില്ലേ, റോസ് ഫ്ലവറൊക്കെ ചെയ്യണ ആ ഒരു നോസിൽ വെച്ചിട്ടാണ്. പക്ഷേ ഇതിന് നമ്മൾ ഇപ്പോൾ ചെയ്യണത് സ്റ്റിക്കിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫ്ലവറിൻ്റെ ആ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടല്ല, സ്റ്റിക്കിലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വുഡിൻ്റെ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണല്ലോ, അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം എടുക്കുക കേട്ടോ. അപ്പോൾ ഷാർപ്പായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഓരോ പെറ്റൽസിനെ കൊടുക്കുക. ഇത് റോസ് ഫ്ലവർ ചെയ്യണ നോസിലാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു നോസിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവറിനെ ചെയ്തെടുക്കുന്നത്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ക്രീമായ കാരണമാണ് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഓരോ പെറ്റൽസിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് അടുത്ത പെറ്റൽ വരേണ്ടത്. ആ രീതിയിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു റോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഒരു സ്റ്റിക്കിനോട് കൂടിയിട്ട് തന്നെ കേക്കിൽക്കായിട്ട് താഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ താഴ്ത്തിയിട്ട് മുകളിൽ കൊണ്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവർ അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കും. ഇപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്ലവറും കൂടി നമുക്ക് കണ്ടു നോക്കാം. ഈ സെയിം തന്നെയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു ഇതൾ കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ഇതളിനെ കൊടുക്കുക, പിന്നെ അതിൻ്റെ താഴത്തേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ പെറ്റൽസിനും കൊടുക്കുക കേട്ടോ. ഈ ഒരു ഫ്ലവറിനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കേക്കിലേക്ക് വെച്ചെടുക്കാനും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവറിനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതതുപോലെ കേക്കിലേക്ക് വെച്ചിട്ട് ഒന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ ഫിക്സായി ഇരുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എന്താ പറയുക ലീഫൊക്കെ കൊടുക്കണം കേട്ടോ. 2-3 ഫ്ലവേഴ്സും കൂടി കൊടുത്തതിന് ശേഷം ലീഫൊക്കെ കൊടുക്കുക. ഇതാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഞാനൊരു 4 ഫ്ലവർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലീഫും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ലീഫ് നോസിൽ വെച്ചിട്ടാണ് ഇതിൽ ലീഫ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ മേക്കിങ് ഇതിൽ 3 ഫ്ലവേഴ്സാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 3 ഫ്ലവേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്